MLC എൽസ 3 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട ആധികാരിക വിവരങ്ങൾ അടിയന്തരമായി പ്രസിദ്ധീകരിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് CPI ജില്ലാ സെക്രട്ടറിയും AATUC സംസ്ഥാന പ്രസിഡന്റുമായ TJ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരത്തിനും സമുദ്ര പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യം വെച്ചുകൊണ്ട് വിദഗ്ധർ ഉൾക്കൊള്ളുന്ന ജുഡീഷ്യൽ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. MLC എൽസ 3 കപ്പലിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് ആധികാരിക വിവരങ്ങൾ അടിയന്തരമായി പ്രസിദ്ധീകരിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് AATUC സംസ്ഥാന പ്രസിഡന്റും CPI ജില്ലാ സെക്രട്ടറിയുമായ TJ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു. ഈ കപ്പലപകടം മൂലം തെക്കൻ കേരളത്തിലെ മത്സ്യബന്ധന മേഖല പ്രതിസന്ധിയിലായതിനു പുറമെ വാൻഹായ് 503 എന്ന കപ്പൽ ബേപ്പൂരിൽ കത്തിയമർന്നതോടെ വടക്കൻ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയും പ്രതിസന്ധിയിലായെന്ന് ആഞ്ചലോസ് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരത്തിനും സമുദ്ര പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യം വെച്ചുകൊണ്ട് വിദഗ്ധർ ഉൾക്കൊള്ളുന്ന ജുഡീഷ്യൽ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നും ആഞ്ചലോസ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച നിയമ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വൈകരുതെന്നും ആഞ്ചലോസ് അഭ്യർത്ഥിച്ചു. കപ്പലിന്റെ വിലയേക്കാൾ 3 ഇരട്ടി വരെ നഷ്ടപരിഹാരം നൽകാവുന്ന വർത്തമാനകാലത്ത് അതിനുള്ള നിയമ നടപടികളിലേക്ക് കടക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. 2 കപ്പലുകളിൽ നിന്നും കടലിലേക്ക് പതിച്ച കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കളെ സംബന്ധിച്ച ഉത്കണ്ഠയ്ക്കും പരിഹാരമുണ്ടാക്കണമെന്നും ആഞ്ചലോസ് ആവശ്യപ്പെട്ടു. CDNet ന്യൂസ് കായംകുളം.